ഹലോ എല്ലാവർക്കും സ്മാർട്ട് ആൻഡ് ക്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യൂറിൻ അനാലിസിസിൻ്റെ കുറച്ച് കാര്യങ്ങളും ഫിസിക്കൽ എക്സാമിനേഷനുമാണ്. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കണ്ടാലാണ് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ടൊക്കെ ഞാൻ നമ്മുടെ ടെലഗ്രാമിൻ്റെ ചാനലിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രൊട്ടീനൂറിയ. ഗ്ലോമറുലാർ പ്രൊട്ടീനൂറിയ ഡാമേജ്ഡ് ഗ്ലോമറുലി ബിക്കം പെർമിബിൾ ടു പ്രോട്ടീൻസ്, അതായത് ഡാമേജ് ആയിട്ടുള്ള ഗ്ലോമറുലി നമ്മുടെ പ്രോട്ടീനകത്തേക്ക് പ്രവേശിക്കുന്നു. ഓവർഫ്ലോ പ്രോട്ടീനൂറിയ സ്മാൾ മോളിക്കുലർ വെയ്റ്റ് പ്രോട്ടീൻസ് ആർ ഇൻക്രീസ്ഡ് ഇൻ ബ്ലഡ്. എക്സാമ്പിൾ അതായത് ബെൻസി ജോണീസ് പ്രോട്ടീനൂറിയ, അതായത് സ്മാൾ മോളിക്കുലർ വെയ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് നമ്മുടെ ബ്ലഡിനകത്തേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ട്യൂബുലാർ പ്രോട്ടീനൂറിയ when the nephrons are reduced and the remaining nephrons are overworking, tubular respiration impaired. നെഫ്രോൺസിൻ്റെ എമൗണ്ട് ഒക്കെ കുറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള നെഫ്രോൺസ് ഓവർ വർക്കിംഗ് ആവുകയാണെങ്കിൽ ട്യൂബുലാർ റീഅബ്സോർപ്ഷന് ഡാമേജ് ഉണ്ടാവുന്നു. അടുത്തതാണ് മൈക്രോ ആൽബുമിനൂറിയ, മിനിമൽ ആൽബുമിനൂറിയ ഓർ പൗസി ആൽബുമിനൂറിയ. ഏർലി മോർണിംഗ് സാമ്പിൾ പ്രിഫേർഡ്. ഏർലി ഇൻഡിക്കേഷൻസ് ഓർ ഓൺസെറ്റ് ഓഫ് ഡയബറ്റിക് ആൻഡ് ഹൈപ്പർ സെൻസിറ്റീവ് നെഫ്രോതെറാപ്പി. സ്ക്രീനഡ് എവറി ഇയർ. മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുമ്പോൾ അത് മിനിമൽ ആൽബുമിനൂറിയ ആണ്, അല്ലെങ്കിൽ പോസി ആൽബുമിനൂറിയ ആണ്. ഇത് ഏർലി മോർണിംഗ് സാമ്പിളാണ് പ്രിഫർ ചെയ്യുന്നത്. ഡയബറ്റിക്കോ ഹൈപ്പർ ടെൻസീവ് നെഫ്രോതെറാപ്പിക്കൊക്കെ ഉള്ള സിംറ്റംസ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കും ഈ മൈക്രോ ആൽബുമിനൂറിയ. ഇത് എല്ലാ വർഷവും നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ടതാണ്. അടുത്തതാണ് പ്രോട്ടീൻ ക്വാണ്ടിഫിക്കേഷൻ. ഡയഗ്നോസിസ് ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം, പ്രോഗ്നോസിസ് ഓഫ് പ്രോഗ്രസീവ് റീനൽ ഡിസീസസ്, ഡയഗ്നോസിസ് ഓഫ് ഏർലി ഡയബറ്റിക് നെഫ്രോപ്പതി. അതായത് നമ്മുടെ നെഫ്രോട്ടിക് സിൻഡ്രത്തിൻ്റെ ഡയഗ്നോസിസ് ആയിരിക്കും. റീനൽ ഡിസീസസിൻ്റെ ഫസ്റ്റ് സ്റ്റേജൊക്കെ ആയിരിക്കും ഇത് കാണിക്കുക. ദെൻ ഡയബറ്റിക് നെഫ്രോപ്പതിയുടെ ഏർലി ഡയഗ്നോസിസ് ഒക്കെ ആയിരിക്കും ഇത് കാണിക്കുക. അടുത്തതാണ് പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ. To decide whether patients has nephrotic range proteinuria or not is less than 3.5 nephrotic range. അതായത് നമ്മുടെ പേഷ്യൻസിന് നെഫ്രോട്ടിക് റേഞ്ച് പ്രോട്ടീനൂറിയ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 3.5 താഴെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതിൽ കൂടുകയാണെങ്കിൽ അവർക്ക് ക്രിയാറ്റിൻ റേഷ്യോ കൂടുതലായിരിക്കും. യൂറിൻ പ്രോട്ടീൻ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് യൂറിൻ പ്രോട്ടീൻ ഡിവൈഡഡ് ബൈ യൂറിൻ ക്രിയാറ്റിൻ പെർ ഡേ ആണ്. ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ഓഫ് മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്നത് മെയിൽസിൽ 23 mg/gm കൂടുതൽ, 32 mg/ഗ്രാമിനെക്കാട്ടിലും കൂടുതലായിരിക്കും ക്രിയാറ്റിന്. Catheterized specimen under sterile condition by passing a hollow tube through the urethra into the bladder. പേഷ്യൻസിന് നല്ല സ്റ്റെറൈൽഡ് കണ്ടീഷനിൽ ഒരു ഹോളോ ട്യൂബ് യുറീത്ര വഴി ബ്ലാഡറിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് യൂറിൻ കളക്ട് ചെയ്യുന്നു. ദ മോസ്റ്റ് കോമൺലി റിക്വസ്റ്റഡ് ടെസ്റ്റ് ഈസ് ബാക്ടീരിയൽ കൾച്ചർ. മോസ്റ്റ് കോമൺ ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന കൾച്ചറാണ് ബാക്ടീരിയൽ കൾച്ചർ. If a routine urine analysis requested, the culture should be performed first to prevent contamination. Routine urine analysis request ചെയ്യുകയാണെങ്കിൽ എന്തോ ചെയ്യണം? Culture should be performed first to prevent contamination. A less frequently encountered type measured function in the individual kidneys. Specimen from the right and left kidneys are collected separately by passing catheters through the uterus of the respective kidney. അതായത് ടൈപ്പ് മെഷേർഡ് ഫങ്ഷൻ എന്താണ്? കിഡ്നി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കിഡ്നീൻ്റെ ഫങ്ഷൻ ടെസ്റ്റിനെ അളക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലെ ലെഫ്റ്റിലെ കിഡ്നിയിലെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കത്തീറ്റസ് യൂട്രസ് വഴി കടത്തി വിട്ടിട്ട് സെപ്പറേറ്റ്ലി അത് കളക്ട് ചെയ്യുന്നു. അടുത്തതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. പിന്നെ യൂറിൻ്റെ വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് ഡിപ്പെൻഡ് നോർമലി അപ്പോൺ എ ഫ്ലൂയിഡ് ഇൻടേക്ക്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ഡയറ്റ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹ്യൂമൻ. വാല്യൂ അബൌട്ട് ബിലോ ദ നോർമൽ വാല്യൂ 1.5 liter per day can be considered as pathological disorder, but it should be contaminated with a clinical and laboratory examination.
അതായത് യൂറിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണ്. ഫ്ലൂയിഡ് നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു, നമ്മുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷന്, ഡയറ്റ്, ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ യൂറിൻ വരിക. 1.5 ലിറ്റർ പെർ ഡേ എന്ന് പറയുന്നതാണ് നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ എന്തോ ചെയ്യുന്നു, നമ്മൾ വാല്യൂസ് കുറഞ്ഞാലോ കൂടിയാലോ ഒക്കെ ഡിസോർഡേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ നോർമൽ യൂറിൻ വോളിയം less than 2.5 to 3 liter per day due to large quantities intake of liquids, diuretics, alcohols, insufficient of urinary ducts in reabsorption of water and urine concentrated as a diabetes mellitus or diabetic insipidus. നോർമൽ ആയിട്ടുള്ള യൂറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2.5-ൻ്റെയും 3 ലിറ്റർ ആ ഒരു കാട്ടിലും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ലാർജർ ക്വാണ്ടിറ്റീസിൽ നമ്മൾ ലിക്വിഡ്സ് ആവട്ടെ, ഡയോറിറ്റിക്സ്, ആൽക്കഹോൾസ്, അതൊക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് യൂറിൻ കോൺസെൻട്രേഷൻ ആസ് ഡയബറ്റിസ് മെലിറ്റസ് ഓർ ഡയബറ്റിക് ഇൻസിപ്പിഡസ്. ഇനി അണ്ടർ നോർമൽ ആണെങ്കിൽ യൂറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 400 ml-നെക്കാട്ടിലും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അനൂറിയ യൂറിൻ വോളിയം എന്ന് പറയുന്നത് 50 ml-നെക്കാട്ടിലും കൂടുതലായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് വെതർ, സ്വെറ്റിങ്, ലോവർ വാട്ടർ ഇൻടേക്ക്, അല്ലെങ്കിൽ ഡ്യൂ ടു ഡിസീസസ് ഇൻ കിഡ്നീസ്, യൂറിനറി ട്രാക്ട്സിനൊക്കെ കൊണ്ടായിരിക്കും. അടുത്തതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കളർ ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഓർ ഇൻ എ urinometer tube strips. The following designations are used for observe the sample and correlated the following terms: colorless, greenish yellow, blue, pale yellow, green, milky yellow, dark yellow, red, reddish brown, yellow brown. Yellow to amber അത് നോർമലാണ്. The color comes primarily from the presence of urobilin. Urobilin is a final waste product resulting in the form of breakdown of heme from hemoglobin during the destruction of young blood cells. അതായത് ഹീമോഗ്ലോബിലെ ഹീം ഗ്രൂപ്പിൽ നിന്നും ബ്രേക്ക് ഡൗൺ അതിൻ്റെ ഫൈനൽ വേസ്റ്റാണ് യൂറോബിലിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബ്ലഡ് സെൽസിൻ്റെ ഏജിങ്ങിനെ നമുക്ക് കാണാൻ പറ്റും. ദെൻ കളർലെസ് ടു പെയിൽ യെല്ലോ, ഇത് ഡൈലൂട്ട് യൂറിനാണ് വിത്ത് ലോ സ്പെസിഫിക് ഗ്രാവിറ്റീസ് ആൻഡ് പോളിയൂറിയ. ദെൻ ഡാർക്ക് യെല്ലോ ഓർ യെല്ലോ ബ്രൗൺ, ഇത് കോൺസെൻട്രേറ്റഡ് യൂറിനാണ് വിത്ത് ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് സ്മാൾ ക്വാണ്ടിറ്റി. ഇത് ക്വാണ്ടിറ്റി കുറവായിരിക്കും, പക്ഷേ ഹൈ ഗ്രാവിറ്റി ആയിരിക്കും. യെല്ലോ ബ്രൗൺ ഓർ ഗ്രീനിഷ് ബ്രൗൺ, യെല്ലോ ഗ്രീൻ ഫോം when urine is shaken. Urobilinoids chromagone derives from heme, yellow brown bilirubin and urobilin. Then cloudy എന്ന് പറയുന്നത് ക്ലിയർ ആഫ്റ്റർ സെൻട്രിഫ്യൂഗേഷൻ. ക്ലൗഡി ഇതായിട്ടുള്ള യൂറിൻ ആണെങ്കിൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത് ക്ലിയർ ആക്കും. ക്ലൗഡി എന്ന് പറയുന്നത് ഹെമറ്റൂറിയാണ്, അത് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആക്കും. ട്രാൻസ്ലുവൻ്റ് ഹീമോഗ്ലോബിനൂറിയ, ബ്രൗൺ ടു ബ്രൗണിഷ് ബ്ലാക്ക് ആണെങ്കിൽ ഹീമോഗ്ലോബിൻ അപ്പ് ഓൺ സ്റ്റാൻഡിങ് ബൈ ലാർജ് എമൗണ്ട്സ് ആണ്. അതായത് ലാർജ് എമൗണ്ടിൽ ഹീമോഗ്ലോബിൻ അതിനകത്ത് കാണും. ദെൻ ഗ്രീൻ എന്ന് പറയുന്നത് ബൈൽ ബിലിവേർഡിൻ ആയിരിക്കും. ബ്ലൂ എന്ന് പറയുന്നത് മെഡിക്കേഷൻസ് കണ്ടെയ്നിങ് മീഥൈൽ ബ്ലൂ ഓർ ഫുഡ് വിത്ത് ബ്ലൂ ഡൈസ്. മൂന്നാണ് ട്രാൻസ്പെറൻസി, അതായത് ക്ലാരിറ്റി. ക്ലിയർ എന്ന് പറയുമ്പോൾ ഫ്രഷ്ലി വിവോയിഡ് യൂറിൻ ഈസ് ക്ലിയർ ആയിരിക്കും. ക്ലൗഡി എന്ന് പറയുമ്പോൾ നോട്ട് നെസസറി പാത്തോളജിക്കൽ ആസ് മെനി സാമ്പിൾസ് മേ ബിക്കം ക്ലൗഡി. എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുമ്പം ലാർജ് നമ്പർ കാണുന്നുണ്ടായിരിക്കും. പിന്നെ ബ്ലഡ് എന്ന് പറയുമ്പം റെഡും ബ്രൗണും ഒക്കെ കളറായിരിക്കും, അല്ലെങ്കിൽ സ്മോക്കി ആയിരിക്കും. ലൂക്കോസൈറ്റ്സ് എന്ന് പറയുമ്പം പ്രൊഡ്യൂസ്ഡ് മിൽക്കി അല്ലെങ്കിൽ റൂപ്പി അപ്പിയറൻസ് ഇൻ ലാർജ് നമ്പേഴ്സ്. ബാക്ടീരിയ എന്ന് പറയുമ്പം പ്രൊഡ്യൂസ്ഡ് എ യൂണിഫോം ടർബിഡിറ്റി, എ ലാർജ് നമ്പർ ദാറ്റ് ടർബിഡിറ്റി ഡസൻറ്റ് സെറ്റിൽഡ് ആൻഡ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ഫിൽട്രേഷൻ വഴിയോ അല്ലെങ്കിൽ സെറ്റിൽ ഡൗൺ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. ദെൻ അടുത്തതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇറ്റ് ഡിറ്റർമൈൻഡ് ബൈ റിഫ്രാക്റ്റോമീറ്റർ ആൻഡ് ഇൻഡിക്കേറ്റർ പേപ്പർ സ്ട്രിപ്പ്. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 1.010 to 1.030 ആണ്. Depending on the specific gravity, the urine will be diluted depending on the solvent in urine. Specific gravity used to determine the kidney efficiency, keep water balance in urine.
സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് റിഫ്രാക്റ്റോമീറ്ററോ ഇൻഡിക്കേറ്റർ പേപ്പർ സ്ട്രിപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 1.010 to 1.030 ആണ്. യൂറിൻ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ചെയ്യുന്നത് കിഡ്നിയുടെ എഫിഷ്യൻസി, യൂറിനകത്ത് വാട്ടർ ബാലൻസിനെയൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നു. അടുത്തതാണ് ഓർഡർ. നോർമൽ ഓർഡർ എന്ന് പറയുന്നത് ആരോമാറ്റിക്കോ അല്ലെങ്കിൽ അസറ്റോണിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കും. അബ്നോർമൽ എന്ന് പറയുന്നത് ആരോമാറ്റിക് ഓർഡറോ അല്ലെങ്കിൽ കീറ്റോൺ ബോഡീസോ. അത് സ്വീറ്റ് ഫ്രൂട്ടി ഓർഡറാണ് കീറ്റോൺ ബോഡീസിൻ്റെത്. അത് സ്റ്റാർവേഷൻ ആൻഡ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കായിരിക്കും, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ് ഉള്ളവർക്കൊക്കെ എന്തായിരിക്കും, ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. അടുത്തതാണ് ഫോം. ഷേക്ക് ദ സാമ്പിൾ ആൻഡ് ഒബ്സർവ്. നമ്മൾ സാമ്പിൾ ബോട്ടിലെടുത്തിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് അതെന്തോ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഇഫ് ദ എമൗണ്ട് ഓഫ് ദ ഫോം പ്രൊഡ്യൂസ് ഇൻ എക്സസ് ആൻഡ് സ്ലോ ടു ഡിസപ്പിയർ. അതായത് നമ്മുടെ ഫോം ഉണ്ടാവുന്നത് അതിൻ്റെ എമൗണ്ട് കൂടുതലാവുകയും അത് സ്ലോ ആയിട്ട് ഡിസപ്പിയർ ആവുകയും ചെയ്യുകയാണെങ്കിൽ അത് പ്രോട്ടോനൂറിയയാണ്. ഇഫ് ദ കളർ ഓഫ് ദ ഫോം ഈസ് ഗ്രേറ്റ് യെല്ലോ ഓർ ബ്രൗൺ, അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും, ബൈൽ പിഗ്മെൻറ്റ്സ് ഉണ്ടായതുകൊണ്ടാണ്. ഇനി ഫോം എന്ന് പറയുന്നത് റെഡോ ബ്രൗണോ കളറൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും, ഹീമോഗ്ലോബിനൂറിയ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ നോട്ട്സും എക്സ്ട്രാ നോട്ട്സൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.